ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? എ. എൻ. വി. കൃഷ്ണവാര്യർ, ബി. കമ്പളത്ത് ഗോവിന്ദൻ നായർ, സി. കെ. രാമകൃഷ്ണപിള്ള, ഡി. ഇ. എം. എസ്. നമ്പൂതിരിപ്പാട്. ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം ഡി. ഇ. എം. എസ്. നമ്പൂതിരിപ്പാട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏത്? എ. തൃശൂർ, ബി. കോഴിക്കോട്, സി. കൊൽക്കത്ത, ഡി. മലപ്പുറം. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏത്? ഉത്തരം ബി. കോഴിക്കോട്. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? എ. ബീഹാർ, ബി. ആസാം, സി. ഗുജറാത്ത്, ഡി. കർണാടക. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം എ. ബീഹാർ. സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം എന്ത്? എ. ആദിത്യ L1, ബി. ശുക്രയാൻ, സി. മംഗൾയാൻ, ഡി. ഗഗൻയാൻ. സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത്? ഉത്തരം എ. ആദിത്യ L1. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? എ. തലയോട്, ബി. ചെവി, സി. വിരൽ, ഡി. നട്ടെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? ഉത്തരം ബി. ചെവി. കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ. മലമ്പുഴ, ബി. ഇടുക്കി, സി. പീച്ചി, ഡി. വയനാട്. ഉത്തരം സി. പീച്ചി. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി? എ. താലോലം, ബി. വിദ്യാകിരൺ, സി. കൊടവിളക്ക്, ഡി. വിദ്യാവാഹിനി. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി? ഉത്തരം സി. കൊടവിളക്ക്. താഴെ തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിള ഏതാണ്? എ. ഗോതമ്പ്, ബി. നെല്ല്, സി. കടുക്, ഡി. പയർവർഗ്ഗങ്ങൾ. താഴെ തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിള ഏതാണ്? ഉത്തരം ബി. നെല്ല്. ISRO സ്ഥാപിതമായ വർഷം ഏത്? എ. 1969, ബി. 1962, സി. 1965, ഡി. 1975. ISRO സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം എ. 1969. 38ാമത് ദേശീയ ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഏത്? എ. കൊച്ചി, ബി. ബാംഗ്ലൂർ, സി. കോയമ്പത്തൂർ, ഡി. മുംബൈ. 38ാമത് ദേശീയ ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഏത്? ഉത്തരം സി. കോയമ്പത്തൂർ.